തന്നെ ലൈംഗിക ചൂഷണം ചെയ്യാൻ ശ്രമിച്ച കുടുംബാംഗമായ ഒരു പെൺകുട്ടിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടവനാണ് നന്ദു. അങ്ങനെ ഒരു അമ്പലനടയിൽ തുച്ഛമായ വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന നന്ദുവിൻ്റെ ജീവിതത്തിലേക്ക് മാധുരി എന്ന വിധവ കടന്നു വരുന്നു. പട്ടാളക്കാരനായ ഭർത്താവ് യുദ്ധത്തിൽ മരിച്ചു പോയതുകൊണ്ട് വിധവയായി തീർന്നവളാണ് മാധുരി. എന്നാൽ അവൾ ഒരു കോടീശ്വരി കൂടിയാണ്. ഭർത്താവ് മരിച്ച അവളുടെ ജീവിത രീതികൾ ഇഷ്ടപ്പെടാത്ത നാട്ടുകാർ അവളെ വഴിപിഴച്ചവളായിട്ടാണ് കാണുന്നത്. നന്ദു കൂടി അവളുടെ വീട്ടിൽ താമസമായതോടെ നാട്ടുകാർക്ക് അവളെപ്പറ്റി അപവാദം പറയാൻ കൂടുതൽ വിഷയങ്ങൾ കിട്ടുന്നു. മാധുരിയുടെ അമ്മ അവൾ ചെറുപ്പമായിരിക്കുമ്പോഴേ മരിച്ചുപോയതാണ്. രണ്ടാനമ്മയിൽ അവൾക്ക് ഒരു സഹോദരിയുണ്ട്. പേര് ആശ. ആശ മാധുരിയുടെ വീട്ടിൽ നിൽക്കാൻ വരുന്നു. എന്നാൽ നന്ദുവിൻ്റെ പേരിൽ ആശയും മാധുരിയും തമ്മിൽ പിണങ്ങുന്നു. ആശ വീട് വിട്ടു പോകുന്നു. അതോടെ ആ വീടിനകത്ത് നന്ദുവും മാധുരിയും മാത്രമായി മാറുന്നു. ഒരു ദിവസം യാദൃശ്ചികമായി നന്ദുവും മാധുരിയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ആ ബന്ധം പതിയെ പ്രണയമായി മാറുന്നു. എന്നാൽ ഒരു ദിവസം അപ്രതീക്ഷിതമായി മരണപ്പെട്ടു എന്ന് കരുതിയിരുന്ന മാധുരിയുടെ ഭർത്താവ് തിരിച്ചെത്തുന്നു. അയാൾ മരിച്ചുപോയെന്ന വാർത്ത വ്യാജമായിരുന്നു എന്ന് മാധുരി തിരിച്ചറിയുന്നു. ഒരു വശത്ത് ഭർത്താവും മറുവശത്ത് നന്ദുവും ആയതോടെ മാധുരി മാനസികമായി തളരുന്നു. അതുപോലെ നന്ദുവും വിഷമിക്കുന്നു. നന്ദുവുമായുള്ള അവളുടെ ബന്ധത്തെക്കുറിച്ച് ഭർത്താവ് അറിയുന്നു. എന്നാൽ അയാൾ അക്കാരണം കൊണ്ട് മാധുരിയെ ഒഴിവാക്കാനും തയ്യാറല്ലായിരുന്നു. തങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ലെന്ന് മാധുരിയും നന്ദുവും തിരിച്ചറിയുന്നു. അങ്ങനെ നന്ദു മാധുരിയുടെ ഭർത്താവിൻ്റെ റൈഫിൾ ഉപയോഗിച്ച് സ്വയം വെടിവെച്ച് മരിക്കുന്നു. ഇത് കണ്ടുവന്ന മാധുരി ഗോവണിപ്പടിയിൽ നിന്നും തലയടിച്ചു വീണു മരിക്കുന്നു. ഇരുവരും മരണനിമിഷം സ്വന്തം കൈകൾ പരസ്പരം സ്പർശിക്കാൻ ശ്രമിക്കുന്നിടത്ത് ചിത്രം അവസാനിക്കുന്നു.